ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ 24-നോട് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്കാണ് തത്സമയം. ബിജെപിക്ക് പറയാനൊന്നുമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് മുന്നോട്ട് വെക്കുന്നത്. അതൊരു സബ്ജക്റ്റ് അല്ലോ, സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണോ അത്? അല്ല. അത് ശബരിമലയിൽ പണ്ട് ഇങ്ങനെയുള്ള ചില നടപടികൾ നടന്നിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയെങ്കിൽ ജയിലിൽ കിടക്കും. അത് അവർ ജയിലിൽ കിടക്കുകയാണല്ലോ. ഇനി അതിനെ കൂടുതൽ വർത്താനം പറയണ്ടല്ലോ. അത് പറഞ്ഞ് വേറെ വിഷയമില്ല. ഇങ്ങനെയാണ്, അതായത് എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും UDF ഇവിടെയും, അതായത് ജഗതിയിലും തീർക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു തരത്തിലും വിലപ്പോവില്ല എന്നുള്ളതാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. പൂജപ്പുര രാധാകൃഷ്ണനും വിജയം സുനിശ്ചിതം എന്നുള്ളൊരു അഭിപ്രായമാണ് 24-നൊപ്പം പങ്കുവയ്ക്കുന്നത്. റെനു ശ്രീധരാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മേഘന മുരളി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, തിരുവനന്തപുരത്ത് ഏതു ഭാഗത്താണുള്ളത്? അവിടുത്തെ കാഴ്ചകൾ, വിവരങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ മത്സരമാണ്. അത് ഏത് വിധേനയും LDF ഭരണം നിലനിർത്താൻ, കോർപ്പറേഷൻ നിലനിർത്താനുള്ള മത്സരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഡിവിഷനിലാണ്. വട്ടിയൂർക്കാവ് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി വിനുകുമാർ S അവരുടെ പ്രചരണത്തിന്റെ അവസാന ലാപ്പിലാണ്. അവർ ഇത് സിറ്റി ഡിവിഷനാണ് LDFന്റെ. അത് ഏത് വിധേനയും നിലനിർത്തുമെന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് പ്രചരണം? അവസാനഘട്ടം പ്രവർത്തനം. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കും. അത് 2005-ലും ഞാൻ 700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. ഈ വർഷവും അതിനേക്കാളും നല്ല ഭൂരിപക്ഷം തന്നെ വിജയിക്കും. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങളുടെ നല്ല പ്രതികരണമാണുള്ളത്. 15 വർഷം കഴിഞ്ഞ ഇടവേളയുണ്ടായിരുന്നാലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അവർ എന്നെ വീണ്ടും അങ്ങോട്ട് അവർ നല്ല രീതിയിൽ തന്നെ അവർ കൈ തരികയാണ്. സ്ഥാനാർത്ഥി ഇപ്പോൾ വാഹന പ്രചരണ ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ കൊട്ടിക്കലാശ പരിപാടികൾ ഉണ്ടാവും. എങ്ങനെയാണ് പ്രചരണം? ആവേശമാണ്. നമ്മൾ ജയിക്കും. സഖാവ് ബിനു ജയിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. കോൺഗ്രസ് ഒരു എതിരാളിയാണോ? കോൺഗ്രസ് ഒരു എതിരാളിയല്ല, BJP ഒരു എതിരാളിയല്ല. നമ്മളെ ജയിക്കുള്ളൂ. വട്ടിയൂർക്കാവിന്റെ മണ്ണിൽ വികസനത്തിന്റെ പാത തെളിയിക്കാൻ സഖാവ് ബിനുകുമാർ ഉറപ്പായിട്ടും വരും. ആവേശോജ്വലമായ മത്സരമാണ് ഇപ്രാവശ്യം. ബിനുകുമാർ അതിശക്തമായ മത്സരത്തോടെ തിരിച്ചു വരും. നല്ല ഭൂരിപക്ഷം കിട്ടും. പിന്നെ നമ്മളെ ആവേശമല്ലേ. അങ്ങനെ തന്നെയാണ്. ഈ വാഹന പ്രചരണ ജാഥ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ അവസാനിക്കും. അതിനുശേഷം കുറച്ചുകൂടി ആളുകളുണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവർ ഒരേ നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ഈ വാഹന പ്രചരണ ജാഥ നയിക്കുന്നത്. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ ഒരു ജംഗ്ഷനിൽ, വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ LDFന്റെ ശക്തി പ്രകടനം കാണാൻ കഴിയും. വിനുകുമാറിന്റെ ഒരു ശക്തി പ്രകടനം കാണാൻ കഴിയും എന്നുള്ളതാണ് LDF ക്യാമ്പ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാഹന പ്രചരണ ജാഥയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഞങ്ങളും. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.